അറിയാം സെറിബ്രം എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ഒന്ന് ഓർത്തു നോക്കുക. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ. പ്രോസൻസ് ഒക്കെ. സെറിബ്രത്തിന് 2 ഹെമിസ്ഫിയർ ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറൽ ട്രാക്ട് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കോർപ്പസ് കൊളോസം. ഇതൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുമുണ്ട്, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറിബ്രൽ കോർട്ടക്സ്. ഈ സെറിബ്രൽ കോർട്ടക്സിനെ നമ്മൾ 4 ലോബായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? സെറിബ്രൽ കോർട്ടക്സിനെ 4 ലോബായിട്ട് തിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഫ്രോണ്ടൽ ലോബ്, അതേപോലെ പറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. ഇനി പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ തരത്തിൽ ചോദിക്കും? ഞാൻ ഈ പറയുന്ന ഫ്രോണ്ടൽ ലോബിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ലോബ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് ഫ്രണ്ടിലുള്ള ലോബാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ലോബ്, ഫ്രോണ്ടൽ ലോബ്. ദെൻ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഹയർ മെന്റൽ ഫങ്ഷൻസ്. ഹയർ മെന്റൽ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആലോചിച്ചോട്ടോ. അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, മെമ്മറി, ലേണിങ്, ഈ കാര്യങ്ങളിലെല്ലാം അതിന് റോളുണ്ട്. അതിന് മാത്രമാണോ റോളെന്ന് ചോദിച്ചാൽ അല്ല. എങ്കിലും ഇതിലെല്ലാം ഫ്രോണ്ടൽ ലോബിന് റോളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പ്രസീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ എക്സ്പ്രസീവ് സ്പീച്ച് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രോണ്ടൽ ലോബിലാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രെയിൻ്റെ ഏത് ഭാഗമാണ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒറ്റ ആൻസറേ വരാവൂ, അത് ഫ്രോണ്ടൽ ലോബാണ്. അതേസമയം നിങ്ങളെല്ലാവരും അനങ്ങാതിരുന്ന് കേൾക്കുകയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ്റെ ഏത് പോർഷനാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെവിയുടെ ഭാഗമുള്ള ഒരു ലോബാണ്. ചെവിയുടെ ഭാഗമുള്ള ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പറൽ ലോബാണ്. ഓഡിറ്ററി സെന്റർ അവിടെയാണ്. അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയ നിൽക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് വെർണിക്സ് ഏരിയ ഓഫ് സ്പീച്ച്. അപ്പോൾ ബ്രോക്കാസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷന് വേണ്ടിയുള്ളതാണ്. എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മസിൽ പവർ വേണ്ടി വരുന്ന ഒരു കാര്യമാണ്, അല്ലെ? എൻ്റെ മൗത്ത് അനങ്ങിയെങ്കിൽ മാത്രമേ പുറത്തേക്ക് എന്തെങ്കിലും വരത്തുള്ളൂ. അതുകൊണ്ട് മോട്ടോർ ഏരിയ ഓഫ് സ്പീച്ച് സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു. മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മസിൽ ആക്ടിവിറ്റി ഉണ്ട് എന്ന് ഓർക്കുക. സെൻസറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മസിൽ ആക്ടിവിറ്റി ഇല്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും അവിടും കൈയും കാലും അനക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തല കുലുക്കി ഇരിക്കുന്നുണ്ടോ? ഇല്ല. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെ നമുക്ക് സെൻസറി ഏരിയ എന്ന് പറയും. അപ്പോ ബ്രെയിൻ്റെ ഏതാണ് സ്പീച്ചിന് വേണ്ടിയുള്ള മോട്ടോർ ഏരിയ അല്ലെ സ്പീച്ചിന് വേണ്ടിയുള്ള സെൻസറി ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനുമുള്ള ആൻസർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരണം. ബ്രെയിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്പീച്ചിന് വേണ്ടിയുള്ള മോട്ടോർ ഏരിയ എന്ന് പറയുന്നത് ബ്രോക്കാസ് ഏരിയ ആണ്. അതിന് വേറൊരു പേര് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്, പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്, സംസാരിക്കാൻ വേണ്ടിയാണെന്ന് ഓർക്കുക. ഒരു സൈഡ് ഓർത്ത് വെച്ചാൽ ബാക്കിയെല്ലാം അവിടെ കിട്ടിക്കോളും. എപ്പോഴും ഇതുപോലുള്ള ഞാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. വൺ സൈഡ് പഠിക്കുക, ബാക്കി കാര്യങ്ങൾ മറ്റേടത്ത് കിട്ടിക്കണം. ബ്രോക്കാസും വെർണിക്സ് ഏരിയയും ഉണ്ട് എന്ന് ഓർത്താൽ മതി. ഇപ്പൊ ബ്രോക്കാസ് ഇവിടെയാണ് എന്ന് അറിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ അപ്പുറത്ത് കിട്ടിക്കോളും. വെർണിക്സ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറൽ ലോബിലാണ്. കാരണം ചെവി ഇരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ്, ചെവി ഇരിക്കുന്നത് ടെമ്പറൽ ലോബിലാണ്. അത് മോട്ടോർ ഏരിയ എന്ന് പഠിച്ചു വെക്കുന്ന കുട്ടിക്ക് ഇത് സെൻസറി ഏരിയ എന്ന് ഡെഫിനറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അത് എക്സ്പ്രസീവ് സ്പീച്ച് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് റിസപ്ഷൻ ആണ്, റിസപ്റ്റീവ് സ്പീച്ച് ഏരിയ എന്ന് പറയാം. അങ്ങനെ ഒരു സൈഡ്, വൺ സൈഡ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സൈഡ് പഠിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ ആൽഫ എറർ സ്റ്റാറ്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും തിരിഞ്ഞു പോകും. ടൈപ്പ് 1 എറർ, ആൽഫ എറർ, ദെൻ ടൈപ്പ് 2 എറർ, ആൽഫ ബീറ്റ എറർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. പക്ഷെ ഈ ടൈപ്പ് 1 മാത്രം പഠിച്ചാൽ മതി എന്നാണ്
ഞാൻ പറയുന്നത്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആൽഫ എന്ന് വേറൊരു പേരുണ്ട്. അത് റിജക്റ്റ് ചെയ്യുകയാണ് നൾ ഹൈപ്പോത്തസിസ് ഈവൻ ഇറ്റ് ഈസ് ട്രൂ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞോണം ടൈപ്പ് 2-ന്. അത് ഞാൻ പറയുന്നില്ല എന്നാണ് ഞാൻ ക്ലാസ്സിൽ പറയുന്നത്. പിടിയിട്ടില്ല. ഇപ്പൊ ടൈപ്പ് 1 മാത്രം പഠിച്ചു നോക്കാൻ എല്ലാവർക്കും പറ്റും. ടൈപ്പ് 1 ആൽഫ, ദെൻ റിജക്റ്റ് ചെയ്യുന്നു നൾ ഹൈപ്പോത്തസിസിനെ ഈവൻ ഇറ്റ് ഈസ് ട്രൂ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയാൻ വല്ല പാടുകൊണ്ടോ? ടൈപ്പ് 1-ന് പകരം 2 പറയണം, ആൽഫയ്ക്ക് പകരം ബീറ്റ പറയണം, റിജക്റ്റിന് പകരം അക്സെപ്റ്റ് എന്ന് പറയണം. നൾ ഹൈപ്പോത്തസിസ് അതേപോലെ തന്നെ. നൾ ഹൈപ്പോത്തസിസ് ഈവൻ ഇറ്റ് ഈസ് ട്രൂ എന്ന് പറയുന്നതിന് പകരം ഫോൾസ് എന്ന് പറയണം. അപ്പൊ എന്ത് കിട്ടി? ബീറ്റ എറർ കിട്ടി, അല്ലെങ്കിൽ ടൈപ്പ് 2 എറർ കിട്ടി. ഈ രീതിയിൽ ഒരാംഗിളിൽ പഠിച്ചു വെച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്നറിയാവോ? ബ്രെയിൻ്റെ അക്കോമഡേഷൻ പവർ കൂടും. അല്ലേ? വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാ അനാവശ്യമായിട്ട് തലയ്ക്കകത്ത് കയറ്റി വെക്കുന്നത്? വേണ്ടത് മാത്രം വെച്ചാൽ പോരെ? നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ പിക്ചർ കാണുന്നുണ്ടാവും, ഒരുപാട് ചുളിവുകളും മടക്കുകളും ഉണ്ട്. എന്തിനാ ചുളിവുകളും മടക്കുകളും? ഇത് കണ്ടില്ലേ? ചുളിവുകളും മടക്കുകളും. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി എന്തിനാ ചുളിവുകളും മടക്കുകളും? അകത്തേക്ക് കുറച്ച് പോർഷൻ തള്ളിയിരിക്കും, കുറച്ച് വെളിയിലേക്ക് തള്ളിയിരിക്കും, കുഴികളുണ്ടാവും, തള്ളലുണ്ടാവും. എന്തിനു വേണ്ടിയാ? കുഴികളും തള്ളലും ഇല്ലാത്ത ബ്രെയിനെ നമ്മൾ ലിസൺ സെഫാലി എന്ന് പറയാറുണ്ട്. ലിസൺ, LISSEN, അല്ലെ ലെസൺ എന്ന് വേണമെങ്കിൽ ഓർത്താലും മതി. ലിസൺ ആണ് കറക്റ്റ്. എന്തിനാ ചിന്തിച്ചിട്ടുണ്ടോ? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അത്രമാത്രം ന്യൂറോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ന്യൂറോണിനെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്താൽ മാത്രമേ കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. അവന്റെ മെമ്മറി വളരെ കൂടുതലാണ്, ലേണിംഗ് എബിലിറ്റി വളരെ കൂടുതലാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവന്റെ ബ്രെയിനിലുള്ള ന്യൂറോണിന്റെ അളവ് കൂടുതലായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, CT സ്കാൻ എടുത്ത് നോക്കുന്ന സമയത്ത് വെൻട്രിക്കിളിന്റെ സ്പേസ് കൂടിയിരിക്കുന്നു, ബാക്കി പോർഷൻ ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യൂറോണിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു, ഗ്യാപ്പുകൾ കൂടിയിരിക്കുന്നു. അവന് ബുദ്ധി കൂടുതലാണോ ബുദ്ധി കുറവാണോ മെമ്മറി ലോസ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് അവന് മെമ്മറി ലോസ് ആയിരിക്കും, ബുദ്ധി കുറവായിരിക്കും. അൽഷിമേഴ്സിന്റെ ഫൈൻഡിങ്സ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്യണം. എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നമ്മുടെ ജഗതി ശ്രീകുമാറിനെ അറിയാമല്ലോ? ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ജഗതിക്ക് ഒരു ആക്സിഡന്റ് 2012 കാലയളവിൽ സംഭവിച്ചു. 2011-12 കാലയളവിൽ സംഭവിച്ചു. ലോകത്തുള്ള സകലമാന ട്രീറ്റ്മെന്റും എടുത്തു. പക്ഷേ ഒരു പ്രോബ്ലം മാത്രം റീറ്റെയിൻ ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാൻ കഴിയും. ഹി ഈസ് നോട്ട് ഏബിൾ ടു ടോക്ക്. സംസാരിക്കാൻ കഴിയും. ബട്ട് ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. എല്ലാം മനസ്സിലാക്കാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ മൈറ്റ് ബി അഫക്റ്റഡ്? എന്താവാം അവിടെ അഫക്റ്റ് ചെയ്യപ്പെട്ടത്? പലതരത്തിൽ നമുക്ക് പറയാം. ഫ്രോണ്ടൽ ലോബാണോ, ടെമ്പറൽ ലോബാണോ, ബ്രോക്കാസ് ഏരിയ ആണോ, വെർണിക്സ് ഏരിയ ആണോ എന്നെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. യെസ്, അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബ്രോക്കാസ് ഏരിയ ആക്റ്റീവ് ആയിരിക്കണം, ഫ്രോണ്ടൽ ഏരിയ ആക്റ്റീവ് ആയിരിക്കണം. അവിടെ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത് പെർമനന്റ് ഡാമേജ് ആയിപ്പോയി ബ്രോക്കാസ് ഏരിയയുടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴും സംസാരിക്കാൻ പറ്റാത്തത്, സൗണ്ട് പുറത്തു വരാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. രീതിയില്ലേ? അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അദ്ദേഹം കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡിവൈഡറിൽ എന്തോ തട്ടി എന്നാണ് പറയുന്നത്. ആ ആഘാതത്തില് അയാളുടെ നെറ്റി പോയിട്ട് കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇടിച്ചിട്ടുണ്ടാവാം. നെറ്റി എന്ന് പറയുമ്പോൾ നെറ്റിയുടെ പോർഷൻ എന്താണ്? ഫ്രോണ്ടൽ ലോബാണ്. അവിടെയാണ് ബ്രോക്കാസ് ഏരിയ ഉള്ളത്. സ്വാഭാവികമായിട്ടും അതിന്
പെർമനന്റ് ഡാമേജ് വന്നിരിക്കുന്നു. അവിടുത്തെ ന്യൂറോൺസ് പെർമനന്റ് ആയിട്ട് നശിച്ചു പോയിരിക്കും. റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ജഗതി ശ്രീകുമാറിന് ഞാൻ പറഞ്ഞു, പകരം വേറൊരാളുടെ പേരിട്ട് അവർ പറയും. ഒരു ആക്സിഡന്റിന് ശേഷം ആ വ്യക്തിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ബട്ട് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ദ ലോ മൈറ്റ് ബി അഫക്റ്റഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെ? അങ്ങനെ ചോദിച്ചാൽ ആൻസർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ടെമ്പറൽ ലോബ് എന്ന് പറയണം, വെർണിക് ഏരിയ എന്നാണ് ആൻസർ എങ്കിൽ അത് പറയേണ്ടി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി. അടുത്ത ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറൈറ്റൽ ലോബാണ്.